അല്ല അതൊരു കണ്ടന്റ് ആക്കിയാ കാരണം അവന്റെ കിക്ക് പോയി പറഞ്ഞിട്ട്. അല്ല ഓന്റെ ഒപ്പമുള്ളവരൊക്കെ ഒഴിവാക്കിയാവുണ്ട് ഓന്റെ ഒപ്പം വന്നവരുത്. പബ്ലിക് ആക്കിയാണെങ്കിൽ പബ്ലിക് ആക്കിയത് നമ്മളല്ല, പബ്ലിക് നമ്മളെ ആരെങ്കിലും കാണേണ്ടതല്ലേ. എനിക്ക് ഒരാളോട് വിശ്വസിക്കാൻ പാടില്ല. ഒരാളെ എത്ര നമ്മള് ഓനക്ക് മാറ്റാൻ പറ്റാത്ത അസുഖം ഇതാണല്ലോ, ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരാളെ വിശ്വസിച്ചിട്ടേ കിക്കിന്റെ അത് പറഞ്ഞത് പൈസന്റെ റവന്യൂ അറിയിക്കാൻ പാടില്ലല്ലോ. അത് ഈകള് ചെങ്ങായിക്ക് അയച്ചു കൊടുത്ത് ചെങ്ങായി ഇതാക്കി എന്ത് പബ്ലിക് ആക്കി ഇത് അക്കൗണ്ട് കിക്ക് പോയി. അതുകൊണ്ടല്ലോ യൂട്യൂബ് എത്ര ഉണ്ടായിരുന്നു നിങ്ങളാണോ നോക്കാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തതാ. അല്ല അതൊരു കണ്ടന്റ് ആക്കിയാ കാരണം അവന്റെ കിക്ക് പോയി പറഞ്ഞിട്ട്. അല്ല ഓന്റെ ഒപ്പമുള്ളവരൊക്കെ ഒഴിവാക്കിയാവുണ്ട് ഓന്റെ ഒപ്പം വന്നവരുത്. പബ്ലിക് ആക്കിയാണെങ്കിൽ പബ്ലിക് ആക്കിയത് നമ്മളല്ല, പബ്ലിക് നമ്മളെ ആരെങ്കിലും കാണേണ്ടതല്ലേ. അങ്ങനല്ല ഈ കിക്കിന്റെ ആൾക്കാരുണ്ടാവല്ലേ ഓർക്ക് അയച്ചെടുത്ത്. അതായത് കിക്കിന്റെ പോളിസി അനുസരിച്ചിട്ട് അവരെത്ര ഒരാൾക്ക് കൊടുക്കണത് കാണിക്കാൻ പറ്റില്ല. കാരണം പലർക്കും പല ഇതല്ലേ കൊടുക്കുക. ഈകള് വലിയ ക്രിയേറ്റർ അല്ല, അപ്പൊ ഓനനുസരിച്ചിട്ടുള്ള സാലറി അല്ലേ കൊടുക്കുക. പിന്നെ ആഡ് ചെയ്താൽ അതിനെ മാറ്റി കിട്ടും. എനിക്ക് എത്ര 50 ലക്ഷം അതെന്തോ കിട്ടും. പക്ഷെ ഓന് ആഡിന് പറ്റില്ല, നമുക്ക് ആഡ് ചെയ്യൂല, പ്രൊമോട്ട് ചെയ്യൂല. കിട്ടും പൈസ. ഇനി നമ്മള് ആ ചോദ്യം റിഫൈനോട് തന്നെ ആദ്യം ചോദിച്ചു തുടങ്ങി. എന്നിട്ട് മറ്റേ മുസകൈ റിഫൈനോട് തന്നെ ആ ചോദ്യം ഞങ്ങൾ ചോദിക്കും. ഒരാളോട് വിശ്വസിക്കാൻ പാടില്ല. ഒരാളെ എത്ര നമ്മള് ഓനക്ക് മാറ്റാൻ പറ്റാത്ത അസുഖം ഇതാണല്ലോ, ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ പറ്റിക്കാൻ സുഖമാണ് മനുഷ്യന്മാര്. നമ്മളിപ്പോ വിശ്വസിച്ചിരിക്കണ നമ്മളെ നേതാക്കന്മാരെ നമ്മളെ പറ്റിക്കണെങ്കിലോ, നമ്മളിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം നമ്മളെ പറ്റിക്കണെങ്കിലോ അല്ലേ മുസകായ പറയും. നമ്മളിപ്പോ വിശ്വസിക്കണ UN നമ്മളെ ചതിക്കണെങ്കിലോ പറ്റിക്കണെങ്കിലോ. UN എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരു ഇതാക്കണ ഒരു ഇതൊക്കെ ഒരു ഫിക്ഷണൽ റിയാലിറ്റി അല്ലേ എല്ലാതും. ഒരു ഇപ്പൊ പൈസ എന്ന് പറഞ്ഞ കറൻസി എന്നുള്ളത് ഒരു പേപ്പറിന് 5 രൂപ ആണല്ലേ നമ്മളിട്ട വാല്യൂ അല്ലേ. ഒരു പേപ്പറും കഷ്ണം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടല്ലേ ഇപ്പൊ ഏതായാലും കോടീശ്വരന്മാർ ഇതൊക്കെ ആവണത്. ഇതെല്ലാം ഒരു ഫിക്ഷണൽ റിയാലിറ്റി അല്ലേ. ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട്. ഇല്ലാണ്ടെങ്കിലോ അല്ല ഒരു സാധനത്തിന് മൂല്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പേപ്പറിൽ ഇതിനൊക്കെ മൂല്യം ആക്കണ സംഭവം എല്ലാ വസ്തുവിനും. ഞാൻ എന്താ പറയാ, ഞാൻ ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പണം. കാരണം ആ ഒരൊറ്റ സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കണ ഈ മുസമ്മിലും ഇവിടെ ഇരിക്കണ ഈ ഫൈയും ഇവിടെ ഇരിക്കണ ഫൈവ് ഇപ്പൊ എന്തിനാ പഠിക്കണേ +1 നിങ്ങൾ എന്തിനാ +2 പഠിക്കണേ? +1 എന്തിനാ പഠിക്കണേ? +2 എന്തിനാ പഠിക്കണേ? എന്തിനാണ് നിങ്ങൾ ഡോക്ടർ ആവണേ, എഞ്ചിനീയർ ആവണേ? എന്തിനാണ്? ക്യാഷ് ഉണ്ടാക്കാൻ. മൂസക്ക എന്തിനാ പഠിക്കണേ? റിഫൈ എന്തിനാ ഇത് പഠിക്കണേ? അതന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മള് ജീവിക്കണേ. നമ്മള് ജനിച്ചതന്നെ എന്തിനു വേണ്ടിട്ടാണ്? മണി ഉണ്ടാക്കാൻ. അല്ല നമ്മുടെ ഇതിൽ വെച്ച് നോക്കുമ്പോ നമ്മുടെ കൂടുതൽ ആൾക്കാരുടെ സെക്കൻഡ് പ്രയോറിറ്റി പറഞ്ഞത് പൈസ തന്നെയാണ്.